ബാക്ക് ടു ലൊബീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ മുട്ടയും അതുപോലെ തന്നെ നേന്ത്രപ്പഴവും വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ലൊബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 നേന്ത്രപ്പഴമാണ്. പഴം എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാൻ. ഇതിപ്പം ഞാൻ എടുത്തത് തന്നെ അത്രയ്ക്ക് പഴുത്തിട്ടില്ല. ഇതിപ്പോൾ കുറച്ച് ദിവസം വെച്ചിട്ട് പോലും നന്നായിട്ട് പഴുത്ത് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും പഴുത്ത് നമ്മൾ കഴിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആവുമല്ലോ, അങ്ങനെയുള്ള പഴമായിരിക്കും ഇതുണ്ടാക്കാൻ ഏറ്റവും ടേസ്റ്റി. നിങ്ങൾ പച്ച പഴമാണ് എടുക്കുന്നതെങ്കിൽ ഇതിനൊരു കറയുടെയൊക്കെ ടേസ്റ്റ് വരും. അതുകൊണ്ട് പഴുത്ത് പിന്നെ വീട്ടിൽ ആരും കഴിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആകുമ്പോൾ ആ പഴം എടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഈ പഴം ഒന്ന് ആദ്യം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഈ കട്ട് ചെയ്ത 3 പഴവും കൂടി മിക്സിയിലിട്ട് അടിക്കണം. അപ്പോൾ നമ്മൾ പഴുത്ത പഴമാണ് എടുക്കുന്നതെങ്കിൽ അടിച്ചെടുക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും. അതുപോലെ നല്ല മധുരം ഉണ്ടാവും പഴത്തിന് തന്നെ. അപ്പം പഴം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കണം. 3 പഴത്തിന് ഒരു 1/2 കപ്പ് പഞ്ചസാര എന്തായാലും വേണ്ടി വരും. പിന്നെ അതിൽ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതുപോലെ ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ പൊടിയല്ല ഏലക്കയാണെങ്കിൽ ഒരു 5-6 എണ്ണം ഇട്ട് കൊടുക്കേണ്ടി വരും. ഇനി വേണ്ടത് മുട്ടയാണ്. ഇപ്പോൾ ഇതിനായിട്ട് 3 പഴത്തിന് ഞാൻ എടുക്കുന്നത് 5 മുട്ടയാണ്. 5 ഇടത്തരം വലിപ്പമുള്ള മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കണം. അപ്പോൾ നമുക്ക് ഇത് അരയ്ക്കാൻ വേണ്ടി നമ്മൾ ആ മുട്ടയുടെ ആ വെള്ളത്തിലായിരിക്കും ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു 5 മുട്ട എന്തായാലും വേണ്ടി വരും. അതുപോലെ ഇത് സെറ്റായി വരണം. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഞാൻ 5 മുട്ട ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ 5 മുട്ടയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ച് എടുക്കണം. നമ്മൾ മിക്സിയുടെ അരയ്ക്കുന്ന ജാറിൽ തന്നെയാണ് ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ അരിയൊക്കെ അരയ്ക്കുന്ന പോലെ ഇതങ്ങ് ഇതുപോലെ അരച്ചെടുത്താൽ മതി. പീസൊന്നും ഇല്ലാതെ നല്ല ക്രീമി ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പഴുത്ത പഴമാണെങ്കിൽ നന്നായിട്ട് കളറ് വരും, നല്ല മഞ്ഞ കളറ് വരും. അപ്പോൾ അങ്ങനെ കിട്ടാനും നല്ല ടേസ്റ്റ് ആവാനും നിങ്ങൾ അങ്ങനെ എടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഇതുപോലെ അരഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്ര ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം വെച്ചിരിക്കുന്നത് സ്റ്റൗവിൽ ഒരു പഴയ പാനാണ്. ഇതുപോലെ പഴയ ദോശക്കല്ലോ ഏതെങ്കിലും പഴയ പാനോ കട്ടിയുള്ള പാൻ നമ്മൾ ആദ്യം സ്റ്റൗവിൽ വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കണം. നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രം ഇതുപോലെ പുറത്ത് വെച്ച് കൊടുക്കണം. ഇപ്പോൾ എടുക്കാൻ നോൺ സ്റ്റിക്ക് പാൻ എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഇതുപോലെ കുഴിയുള്ള നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ഇത് നല്ല കേക്ക് പോലെ സെറ്റായി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് കുഴിയുള്ള നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഈ പാൻ നന്നായിട്ട് ഇതിൻ്റെ പുറത്തിരുന്ന് ചൂടായതിന് ശേഷം മാത്രം ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലിന് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഓയിലാണ് ഒഴിക്കുന്നത്. ഈ ഓയിൽ ഒഴിച്ചതിന് ശേഷവും ഈ പാൻ നന്നായിട്ട് ചൂടായി കിട്ടണം. എന്നിട്ട് മാത്രമേ നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ നന്നായിട്ട് ചൂടായി വന്നിട്ടില്ല. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ബാറ്റർ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിയിൽ ഒരു ദോശക്കല്ല് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഫ്രൈ പാൻ ഇതിലേക്ക് വെക്കേണ്ടത്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ പെട്ടെന്ന് ഇളകി വരും. അതായിരിക്കും ഉണ്ടാക്കാൻ ഈസി. അപ്പം ഞാൻ ഈ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് അടച്ച് വെച്ചാൽ പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇത് കുക്കായി കിട്ടാൻ 25 മിനിറ്റ്സ്, ചിലപ്പം 20 to 25 മിനിറ്റ്സ് ഒക്കെ വേണ്ടി വരും. അപ്പം അതുവരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ കുക്ക് ചെയ്യണം. ഇപ്പോൾ കണ്ടോ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ആ മിഡിൽ പാർട്ട് മാത്രമാണ് കുക്കാവാത്തത്. അപ്പോൾ നമുക്ക് ആ പാർട്ടിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ നട്ട്സൊക്കെ ഇടുവാണെങ്കിൽ എല്ലാം അങ്ങ് താഴോട്ട് പോവും. അധികം കട്ടിയില്ലാത്ത ബാറ്ററാണല്ലോ ഇത്. അതുകൊണ്ട് പകുതി കുക്കാവുമ്പോൾ ഇതുപോലെ തുറന്നിട്ട് നട്ട്സൊക്കെ, ഞാൻ നട്ട്സും ഇപ്പോൾ കിസ്മിസും എല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത്
മറിച്ചിടുമ്പോൾ ഇളകിപ്പോരും. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്താലേ കുറച്ചുകൂടി സെറ്റാവുള്ളൂ. ഇനി ചെയ്യേണ്ടത് ആ പാൻ മാറ്റിയിട്ട് ഇതുപോലെ ഒരു ഫ്ലാറ്റ് പാൻ അല്ലെങ്കിൽ ദോശക്കല്ലായാലും മതി, ഒരു ഫ്ലാറ്റ് പാൻ ഇതുപോലെ വെച്ച് അതിൽ വളരെ കുറച്ച് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഈ ഓയിൽ ഞാനിപ്പോൾ ഒരു ടിഷ്യൂ വെച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളകി പോരാൻ വേണ്ടി മാത്രം മതി, വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഫ്ലാറ്റ് പാൻ ഞാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ പുറത്തേക്ക് ഇത് മറിച്ചിടുവാണ്. ഇതുപോലെ പാൻ മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അടിഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി ഒട്ടും കരിഞ്ഞു പോവാതെ കിട്ടിയിട്ടുണ്ട്. നല്ല യെല്ലോ കളറിലായി വന്നിട്ടുമുണ്ട്. ഇനി ഇങ്ങനെ ഇതൊരു 3 to 5 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. മറ്റേ സൈഡും ഇതുപോലെ കുക്കായി കിട്ടും. അങ്ങനെ കുക്കായി വന്നിട്ടുള്ളതാണിത്. അപ്പോൾ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.